ബിജെപിയെ സംബന്ധിച്ച് അത് പതിറ്റാണ്ടുകളായുള്ള അവരുടെ സ്വപ്നവും ആഗ്രഹ സഫലീകരണവും ഒക്കെയാണ് ഈ കാണുന്നത്. നിയമസഭയുടെ പ്രധാനപ്പെട്ട കവാടം കടന്ന് 3 MLA എത്തുന്നു. നേരത്തെ ഒ രാജഗോപാൽ എത്തിയിരുന്നു. ആ നിയമത്ത് നിന്ന് ഒ രാജഗോപാൽ വിജയിച്ചിരുന്നു, കഴിഞ്ഞതിന്റെ മുന്നത്തെ തവണ വിജയിച്ചിരുന്നു. പക്ഷേ 3 MLA ആദ്യമായി നിയമസഭയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ബിജെപി പ്രവർത്തകരുടെ ഈ അത്യാഹ്ലാദത്തിന്റെ കാരണം. അവരുടെ MLA സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, നേമത്ത് നിന്ന് വിജയിച്ച രാജീവ് ചന്ദ്രശേഖർ, ഒപ്പം കഴക്കൂട്ടത്ത് നിന്ന് വെന്നിക്കൊടി പാറിച്ച വി മുരളീധരൻ, ഒപ്പം ചാത്തന്നൂരിൽ അട്ടിമറി നേടിയ ബി ഗോപകുമാർ, അവർ 3 പേരും നിയമസഭയിലേക്ക് എത്തി. അവർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് വേണ്ടിയാണ് എത്തിയത്. അതായത് ഈ വലിയ ആഘോഷം അത് ഏറ്റവും ആഹ്ലാദപൂർവ്വം തന്നെ ആഘോഷിക്കാൻ വേണ്ടിയാണ് അവർ തീരുമാനിച്ചത്. രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് എത്തി അവിടെ പുഷ്പാർച്ചനയ്ക്ക് ശേഷം അവർ മാധ്യമങ്ങളെ കണ്ടു. അവിടെ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറഞ്ഞത് ചരിത്രത്തിലാദ്യമായി നിയമസഭയിൽ ബിജെപിക്ക് ഒരു സ്പീക്കർ സ്ഥാനാർത്ഥി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ബി ഗോപകുമാർ ബിജെപിയുടെ സ്പീക്കർ സ്ഥാനാർത്ഥിയായി മത്സരിക്കും. നാളെയാണ് സ്പീക്കർ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കുന്നത്. നമുക്കറിയാം തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് സ്പീക്കർ ആകുകയെന്നും ഏറെക്കുറെ ഉറപ്പാണ്. പക്ഷേ LDFനും NDAയ്ക്കും അവരുടെ സ്പീക്കർ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. ബിജെപിക്ക് ചരിത്രത്തിലാദ്യമായി ബി ഗോപകുമാർ അവരുടെ സ്പീക്കർ സ്ഥാനാർത്ഥിയായി മാറുന്നു. പ്രവർത്തകർ പ്രകടനമായി കാൽനടയായി ഇവിടേക്ക് എത്തി. വലിയ ആഘോഷപൂർവ്വമാണ് MLA നിയമസഭയിലേക്ക് അയച്ചത്. പാസ് ഉള്ളവരെ മാത്രം ഇവിടെ നിന്ന് സഭയ്ക്കകത്തേക്ക് പ്രവേശിപ്പിച്ചിട്ടുള്ളൂ. ബാക്കി പ്രവർത്തകർ പുറത്തു നിൽക്കുകയാണ്. എന്താണെങ്കിലും BJP MLA അകത്തേക്ക് കയറുന്നു. അവർ ക്രിയാത്മക പ്രതിപക്ഷമായി ഇടപെടും. പ്രധാനപ്പെട്ട പ്രതിപക്ഷ ബ്ലോക്കായി അവർ ഇരിക്കുമെന്ന് അവർ വ്യക്തമാക്കുന്നു. 30 ലക്ഷം ജനങ്ങളെ പ്രതിനിധീകരിക്കും. അവരുടെ ആഗ്രഹങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതാകും അവരുടെ ഇടപെടലെന്ന് പറയുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, ഒപ്പം ബി ഗോപകുമാർ, ഒപ്പം നിയുക്ത MLA വി മുരളീധരൻ എന്നിവർ നിയമസഭയ്ക്ക് മുന്നിലെ മഹാത്മാഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തുന്നതാണ് നമ്മൾ കാണുന്നത്, വന്ദിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അവർ നേരത്തെ തന്നെ വ്യക്തമാക്കിയത്, ഈ പാർലമെന്ററി പാർട്ടി ലീഡർ, പാർട്ടിയുടെ നിയമസഭയ്ക്കുള്ളിലെ പാർലമെന്ററി പാർട്ടി ലീഡർ ആരാണെന്നുള്ള കാര്യം തീരുമാനിച്ചിട്ടില്ല. അത് ഉടനെ തീരുമാനിച്ച കാര്യം പ്രഖ്യാപിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. സ്പീക്കർ സ്ഥാനാർത്ഥി ഉണ്ടാകും. ഒപ്പം പ്രധാനപ്പെട്ട പ്രതിപക്ഷമായി BJP നിലകൊള്ളും. വികസനത്തിനു വേണ്ടി BJP നിലയുറപ്പിക്കുമെന്ന് വ്യക്തമാക്കുന്നു. പുഷ്പാർച്ചനയാണ് കാണുന്നത്. മഹാത്മാഗാന്ധിയുടെ പ്രതിമയ്ക്ക് മുന്നിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ നേമത്ത് നിന്ന് വിജയിച്ച രാജീവ് ചന്ദ്രശേഖർ പുഷ്പാർച്ചന നടത്തുന്നു. ആ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ വന്ദിക്കുന്നു. വി മുരളീധരൻ സമാനമായി പുഷ്പാർച്ചന നടത്തുന്നു. ബി ഗോപകുമാർ അദ്ദേഹവും പുഷ്പാർച്ചന നടത്തുന്നു. അതിനുശേഷം അവർ നിയമസഭയിൽ സത്യപ്രതിജ്ഞ നടക്കുന്ന ഹാളിലേക്ക് പ്രവേശിക്കും. ഹാഷ്മി.